ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിൽ പോയപ്പോൾ സ്ക്യൂബ ഡൈവിങ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ലക്ഷദ്വീപിൽ കവരത്തി ഐലൻഡിലായിരുന്നു സ്ക്യൂബ ഡൈവ് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ഐലൻഡിലും ഉണ്ട് എന്ന് തോന്നുന്നു, അഗട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കവരത്തിയിലായിരുന്നു ചെയ്തത്. പെർ ഹെഡിന് 4000 റുപ്പീസ് ആയിരുന്നു അവർ ഡൈവിങ്ങിന് ചാർജ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി 8000 ആയി. പക്ഷെ നമ്മുടെ സ്വന്തം ഷംനാദിക്ക് ഇടപെട്ട്, ഷംനാദിക്കയുടെ ഒരു ഫ്രണ്ടായിരുന്നു, സോ നമുക്കൊരു 500 റുപ്പീസ് റിഡക്ഷൻ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 7000 ആയുള്ളൂ. ഡൈവ് ചെയ്തതിൻ്റെ തലേദിവസം വൈകിട്ട് നമ്മൾ ഇൻസ്ട്രക്ടറിനെ പോയി കണ്ടായിരുന്നു. സോ അവർ നമ്മളോട് പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 o'clock ഏർലി മോർണിംഗ് എത്തണം, അതേപോലെ തന്നെ ലൈറ്റായിട്ട് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, ഹെവി ആയിട്ട് ഫുഡ് കഴിക്കരുത്, കാരണം നമ്മൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടിട്ട്. സോ നമ്മൾ കറക്റ്റായിട്ട് 6 o'clock തന്നെ എത്തിയപ്പോഴത്തേക്കും അവർ നമുക്ക് കുറേ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു. അതായത് നടുക്കടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, അതേപോലെ തന്നെ കുറേ സിഗ്നൽസ് കാണിച്ചു തരും. അതായത് നമുക്ക് മുകളിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കണം സിഗ്നൽ, കീഴേക്ക് അതായത് കടലിന് ഡെപ്തിലേക്ക് വീണ്ടും പോകാൻ ഓക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്, അതേപോലെ നമുക്ക് എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടല്ല ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചെവിയിലോ നെറ്റിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ടച്ച് ചെയ്തിങ്ങനെ കാണിച്ചിട്ട് എന്താണ് സിഗ്നൽ കാണിക്കേണ്ടത്, അതുപോലെ ഓരോ സിഗ്നൽസും നമുക്ക് അവർ പഠിപ്പിച്ചു തരും. കാരണം ഈ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഫേസിൽ വെച്ചേക്കുന്നത് കൊണ്ടിട്ട്. സോ നമ്മൾ ഈ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സിഗ്നൽസിലൂടെ മാത്രമായിരിക്കും. അപ്പം ഞങ്ങളുടെ കൂടെ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5 members ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ബോട്ടിന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെയായിരുന്നു നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഓരോരുത്തർക്കും ഡൈവ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രക്ടർ അവരുടെ കൂടെ ഉണ്ടാവും. സോ സിഗ്നൽസ് മസ്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡൈവ് ചെയ്യാൻ നേരത്ത്. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി യാത്രയായി. ഏകദേശം ഒരു 1.5 kilometer അപ്പുറത്തേക്ക് നമ്മൾ ബോട്ടിൽ യാത്രയായി. അതിനുശേഷമാണ് നമ്മൾ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു 12 meters ഡെപ്തിലാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പല ടൈപ്പ് ഓഫ് ഡൈവിംഗ് ഉണ്ട്. ഒരു 3 meters, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 meter ഡെപ്തിൽ അവർ ഇറക്കുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ വലിയവരാണെങ്കിൽ പോലും മുതിർന്നവർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. സോ അവർ നമ്മളുടെ ഒരു സേഫ്റ്റിയും അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളതനുസരിച്ചിട്ട് ആ ഒരു രീതിയിലാണ് ഓരോ ഡെപ്തിൽ പോകുന്നത്. ഓരോ ഡെപ്തിനും ഓരോ പൈസയാണ്. അപ്പോൾ ഫൈനൽ ഡെപ്താണ് ഈ 12 meter എന്നുള്ളത്. നമ്മൾ അതായിരുന്നു എടുത്തിരുന്നത്. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞങ്ങളതാണ് എടുത്തിരുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഏകദേശം ആ ഒരു സീൻ്റെ അവിടെ എത്തി. നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ്. അതായത് ഓരോരുത്തരെയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇറങ്ങിയത് റൂസിലായിരുന്നു, നമ്മളുടെ ബോട്ടിൽ നിന്ന് തന്നെ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ശരിക്കും നല്ലൊരു വ്യൂ ആയിരുന്നു. നേരെ ഇങ്ങനെ തിരിഞ്ഞു വരില്ലേ, അതായത് കമഴ്ത്തി കിട്ടുന്ന ഒരിതായിരുന്നു. ബാക്കി എല്ലാവരും ആ ബോട്ടിൻ്റെ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങിയായിരുന്നു പോയിരുന്നത്. സോ നമ്മൾ ആദ്യം അവർ ഇറക്കുന്നു, നമ്മുടെ കൂടെ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് ഇറങ്ങുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയത്. അതായത് ഒരാൾ ഇറങ്ങി അല്പസമയത്തിന് ശേഷം മാത്രമേ അടുത്ത ആളെ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ ബോട്ടിനെത്തിയെങ്കിലും നമ്മളെ ഉടനടി തന്നെ താഴേക്ക് ഡൈവ് ചെയ്യിക്കാൻ കൊണ്ടുപോകലൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മൾ ഇടിക്കും. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സായിരുന്നു. കാരണം നമ്മൾ രാവിലെ പോയിട്ടും ഉച്ച കഴിഞ്ഞപ്പോൾ. സോ ഓരോരുത്തരെയും ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ കൂടെയുള്ളൊരു കുട്ടീനെ ചെക്ക് ചെയ്യുന്നതാണ്. ലൈഫ് ജാക്കറ്റൊക്കെ കൊടുത്തിട്ട് വായിലേക്ക് ഒരു എക്യുപ്മെൻറ്റ് വെച്ച് തരും. അതായത് നമ്മുടെ നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ അവർ ശരിയാണോ പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്നുകൂടി അവർ ചെക്ക് ചെയ്യും. കാരണം ഇതൊരു ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നിലത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഇറക്കുന്ന ഒരു വിഷ്വൽസാണ് കേട്ടോ ഇപ്പോൾ ഈ പകർത്തിയേക്കുന്നത്. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ടറാണ്. ഈ ഇൻസ്ട്രക്ടറായിരുന്നു എന്നെ കൊണ്ടുവരുന്നത് താഴേലേക്ക്. വളരെ നല്ലൊരു ഇൻസ്ട്രക്ടറായിരുന്നു കേട്ടോ. കാരണം ഞാൻ വളരെയധികം കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരുന്നു പുള്ളി ഓരോ പ്രാവശ്യം ഓരോ സ്റ്റെപ്പും ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ മാത്രമല്ല, എല്ലാവരും നല്ല ഇൻസ്ട്രക്ടേഴ്സായിരുന്നു. അപ്പം നമുക്ക് ഇനി അറബിക്കടലിനടിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഓരോരുത്തരുടെയും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. ഇത് റൂഷലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ വന്ന് ഇവർ പേഴ്സണലായിട്ട് നമ്മുടെ വീഡിയോസ് എടുക്കും, നമ്മളെ കൊണ്ട് ആക്ഷൻസ് കാണിപ്പിക്കും, എല്ലാം ചെയ്യിച്ച് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ 2 പേരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കടലിനടിയിൽ വെച്ച് കണ്ടപ്പോൾ.
അപ്പം നമ്മൾ ഓരോ കോറൽസ് ആണെങ്കിലും ഓരോ ഫിഷസിനെ ആണെങ്കിലും വെറൈറ്റി ഓഫ് സ്പീഷീസ് ഉണ്ടല്ലോ കടലിനടിയിൽ. സോ ഓരോന്നും കാണുമ്പോൾ നമുക്ക് അവരെ കാണിച്ചു തരും. ഓരോന്നും അവർ ഇങ്ങനെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അവരിങ്ങനെ ആക്ഷൻസ് കൊണ്ട് കാണിച്ചു തരും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഡെപ്തിലേക്ക് നമ്മൾ പയ്യാണ് ഇറങ്ങി വരുന്നത്. ഒറ്റയടിക്കല്ല നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ നമ്മളുടെ ബോഡിയിലൊരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറും ഔട്ട്സൈഡിലെ പ്രഷറും കൂടി ഈക്വൽ ആവില്ല. സോ നമുക്ക് ഇക്വലൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നമ്മൾ അവരെ കാണിച്ചു തരും. സോ അത് ചെയ്ത് മാത്രമേ നമുക്ക് അടിയിലേക്ക് വീണ്ടും ഡെപ്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത് ഏകദേശം നല്ലൊരു ഡെപ്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കോറൽസും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് കേട്ടോ. നല്ല കളേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫിഷസ് ഉണ്ട്. കോറൽസ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മൾ അനുഭവിച്ചറിയണം. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ബ്യൂട്ടിയാണ് നമുക്ക് നേരിട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോന്നും അവരിങ്ങനെ ചൂണ്ടി കാണിച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോറൽസ് വളർന്ന് വലുതായാണ് ഓരോ ദ്വീപും ഉണ്ടായിരിക്കുന്നത്. ലക്ഷദ്വീപ്, അതായത് പവിഴപ്പുറ്റുകളുടെ ദ്വീപ് എന്നാണല്ലോ ലക്ഷദ്വീപിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പവിഴപ്പുറ്റ് വളർന്ന് ഉണ്ടായതാണ് അവിടുത്തെ ഓരോ ദ്വീപും. അതായത് അഗത്തി ആയാലും കവരത്തി ആയാലും അമ്മിണി ആയാലും മിനിക്കോയ് ആയാലും ഈ എല്ലാ ദ്വീപും ഈ പവിഴപ്പുറ്റുകൾ വളർന്ന് ഉണ്ടായതാണ്. ഈ പവിഴപ്പുറ്റുകൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇനി കുറേ വർഷം കഴിയുമ്പോൾ അവിടെ പുതിയ ദ്വീപ് ഫോം ചെയ്യുമായിരിക്കാം. സോ ഇത് ഏറ്റവും ഡെപ്താണ് കേട്ടോ, നമ്മൾ പോയ ഏറ്റവും ഡെപ്താണ്. ഏകദേശം ഒരു 12.8 മീറ്റർ ഡെപ്തോളം ഞങ്ങൾ പോയി. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം, ആ ഒരു കോറൽസിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ കാണാം. ആ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡെപ്തിലേക്ക് കടലുള്ളതാണ്. അതായത് ആ ഡാർക്ക് ബ്ലൂവിൽ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അത്ര ഡെപ്താണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ അതും നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡെപ്തിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കാൻ നേരത്ത് നമുക്കൊരു മല പോലെ ഫീൽ ചെയ്യും. കാരണം ആ മലയുടെ മുകളിലാണ് ആ ദ്വീപ് ഇരിക്കുന്നത്. പവിഴപ്പുറ്റുകളാൽ വളർന്ന ആ ഒരു ദ്വീപ് ഇരിക്കുന്നത് ആ മലയുടെ മുകളിലാണ്. ആ മലയുടെ അടിഭാഗമാണ് ആ കടലിൻ്റെ ഡെപ്ത്. നമുക്ക് അത് വിസിബിളായിട്ട് കാണാൻ പറ്റും നിലത്തേക്ക് പോകാൻ നേരത്ത്, അതായത് കടലിനടിയിലേക്ക് പോകാൻ നേരത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതായത് ആ ഒരു കോറൽസിൻ്റെ ആ ഒരു ഭാഗത്തിന് അപ്പുറത്തേക്ക് നല്ല ഡീപ്പ് ബ്ലൂ കളറിൽ നമുക്കൊന്നും കാണുന്നില്ല. അതായത് കോറൽസ് ആണെങ്കിലും ഒന്നും കാണുന്നില്ല, വളരെ ഡീപ്പ് ബ്ലൂ കളറാണ്. സോ ആ ഡീപ്പ് ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ അത്രയും ഡെപ്തിലാണ്. ഇതിലും താഴേക്ക് ഡീപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഡൈവിങ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു ഡൈവിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം. വളരെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇതിന് അവസരം ഒരുക്കി തന്ന എല്ലാവരോടും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. ഞങ്ങൾ ബോട്ടിൽ തിരിച്ച് കരയിലേക്ക് അടുപ്പിക്കാനുള്ളൊരു സീനാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.